ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മധുരമുള്ള പലഹാരമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ട്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര 50 ഗ്രാം, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ശർക്കര ഉണ്ടാവും. അത് ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കി അരിച്ച് എടുത്ത് വെച്ചിരുന്നതാണിത്. അപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയുടെ അളവിലാണ് ഞാൻ ഈ 50 ഗ്രാം ശർക്കര എടുത്തത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ശർക്കരയുടെ മധുരം കൂട്ടിക്കൊടുക്കുക. 240 ml ഒരു കപ്പളവിലാണ് നമ്മൾ ശർക്കര എടുത്തിരുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ശർക്കരയിലുള്ള വെള്ളം വറ്റിയിട്ട് ആ നാളികേരവും ശർക്കരയും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിൽ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4-5 ഏലക്കായുടെ സീഡും ഒരു അര ടീസ്പൂൺ ചെറുജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ശർക്കരയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നാളികേരത്തിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് മിക്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഏലക്കായുടെ സീഡും ജീരകവും കൂടി ചേർത്തത് പൊടിച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ശർക്കരയിലുള്ള വെള്ളമൊക്കെ വറ്റി ആ നാളികേരം നന്നായിട്ട് മൂത്തിട്ടൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ആ ജീരകത്തിൻ്റെയും ഏലക്കായുടെയും ഒക്കെ സ്മെല്ലൊക്കെ നന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത ചെറുപഴമാണ്. അപ്പോൾ ഞാനിവിടെ 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള 3 എണ്ണം ഒരു മിക്സിയുടെ ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ പഴം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അരക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന 5 പഴത്തിൽ നിന്ന് 3 പഴം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി മാറ്റി വെച്ചിരുന്ന 2 പഴം ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നില്ലേ നമ്മളുടെ ശർക്കരയുടെയും നാളികേരത്തിൻ്റെയും മിക്സ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പഴം അരച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് ഒരല്പം മാത്രം, ഒരു 1/4 ടീസ്പൂൺ ഇല്ല അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശർക്കരയിലുണ്ടായിരുന്ന വെള്ളം നമ്മൾ വറ്റിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ വെള്ളം ചേർക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പൊടി മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഏകദേശ കണക്കനുസരിച്ച് 1 ഗ്ലാസ് പൊടി നമുക്ക് കറക്റ്റായിട്ട് വരും. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 240 ml ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് വരും. നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ച് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഒരു പകുതിയോളം പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിടണം. കാരണം നമ്മൾ ഇതിനകത്തേക്ക് വേറെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊടി നമുക്ക് ഇനിയും വേണം. കുറച്ചും കൂടി ഒരു ടൈറ്റായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. നമുക്ക് മുഴുവനായിട്ട് ഇടേണ്ട, 1 ഗ്ലാസ് ഇത്ര മതി. വീണ്ടും നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തൊരു എളുപ്പമാണെന്നാ, നല്ല പലഹാരമാണ്. നമുക്കിതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു പലഹാരം. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് ആ ഏലക്കായുടെയും ജീരകത്തിൻ്റെയും ആ നാളികേരം ഇങ്ങനെ വറുത്തിട്ടുള്ള ആ സ്മെല്ലൊക്കെ. അടിപൊളിയായിരിക്കും നമുക്കിത് ഈ പലഹാരം. നന്നായിട്ട് നമുക്ക് ഈ കയ്യിൽ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അധികം ടൈറ്റ് ആവാൻ പാടില്ല. നമ്മളുടെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി അധികം ടൈറ്റ് ആവാൻ പാടില്ല, എന്നാൽ അധികം ലൂസ് ആവാനും പാടില്ല. അധികം ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആകെ ഒരു ഇച്ചിരി ഹാർഡായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ വരരുത്. പിന്നെ നമ്മൾ ഇതിലേക്ക്
ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കി വെച്ചിരുന്ന ആ ഗ്ലാസ്സിലുണ്ടായിരുന്ന ബാക്കി ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 5 പഴത്തിൽ 3 പഴം നമ്മളിപ്പോൾ ചേർത്ത് ഇനി ബാക്കിയുള്ള 2 പഴവും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് വേറെ നട്ട്സുകളൊന്നും ഇടുന്നില്ല, ആ പഴം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വളരെ സിമ്പിളാണ്, എന്നാൽ പവർഫുള്ളാണ്. അതാണ് നമ്മളുടെ ഈ പലഹാരത്തിൻ്റെ പ്രത്യേകത. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സ്പൂൺ വെച്ച് അങ്ങോട്ട് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റും. കൈവച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ. അപ്പം നമ്മളുടെ ഈ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, അധികം ടൈറ്റല്ല, എന്നാൽ അധികം ലൂസും അല്ല. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കേണ്ടത്. അധികം ടൈറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ നോക്കാം. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഈ പഴം കൂടി ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ 50 ഗ്രാം ശർക്കര നമുക്ക് കറക്റ്റ് മധുരം നമുക്ക് കിട്ടും. ഇനി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര അതിനകത്തേക്ക് കൂടി ചേർത്താൽ മതി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നീക്കി വെച്ചിരുന്ന ആ 2 പഴത്തിൻ്റെ അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. അതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്ത രീതിയിൽ, എന്നാലേ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർത്തിട്ടില്ല, മറ്റ് നട്ട്സുകളൊന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം വേണം നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് സ്റ്റീമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒരു ഇല വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കയ്യിലെടുക്കുക. അതിനുശേഷം ഒരല്പം വെള്ളത്തിൽ ഈ കയ്യിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ആ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ മാവ് കോരിയിട്ട് അതിനകത്തേക്ക് ആ ഇലയിലേക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. നമ്മൾ ഉരുളകളാക്കി എടുക്കില്ലേ, അതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എല്ലാവരും നമുക്ക് ഇതേപോലെ ഇടയ്ക്ക് ഓരോന്ന് കഴിയുമ്പോഴും ഈ വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും അതിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇലയില്ലെങ്കിൽ നമുക്ക് ഈ ഇല വേണ്ട, അതിൻ്റെ ഡയറക്റ്റായിട്ട് നമുക്ക് ആ സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇല ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഇലയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു ഇല ഉണ്ടെങ്കിൽ വീണ്ടും മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ നമുക്കിത് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയി എന്നുള്ള സ്മെല്ലൊക്കെ വന്നു. നല്ല സൂപ്പറായിട്ട് നമുക്ക് നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്ത് നമുക്കൊരു ഇലയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടുള്ള ഈ 4 മണി പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. 4 മണിക്ക് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. നമുക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടും ഈ ഒരു പലഹാരം. ഇത് പണ്ടൊക്കെ നമ്മളൊക്കെ കഴിച്ചിട്ടുള്ള ഒരു പലഹാരമാണ്. ഇന്നിപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞു തലമുറകൾക്ക് ഇതൊന്നും അറിയില്ല. അവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് നമുക്ക് ഏത് സീസണിലും കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അതിന് ടൈമൊന്നും ഇല്ല, രാവിലെ വൈകിട്ട് എന്നൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം നമുക്ക്. അതുപോലെ ഇത് കണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട നല്ല അടിപ്പനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇതിലിപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇതെല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.